3 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനം മഹാകുംഭമേള നേടിത്തരുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിന്റെ സംഘടനാ മികവ് മഹാകുംഭമേളയിലൂടെ ലോകം തിരിച്ചറിഞ്ഞതായും യോഗി പറഞ്ഞു. UP നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിലും 3 ലക്ഷം കോടി രൂപയുടെ വരുമാനത്തിന് കുംഭമേളയുടെ തീർത്ഥാടകരുടെ ഈ ഒരു സംഗമം കാരണമാകുമെന്ന് വിലയിരുത്തിയിരുന്നു. ആത്മീയതയുടെ അനന്തവിഹായസ് മാത്രമല്ല മഹാകുംഭമേള, മറിച്ച് സാധാരണക്കാരിലേക്ക് പണമെത്താൻ ഉതകുന്ന ബൃഹത് പദ്ധതി എന്ന നിലയിലും 2025 മഹാകുംഭമേള മാറി. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള 3 ലക്ഷത്തിലധികം കോടി രൂപയുടെ വരുമാനം ജനിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തർപ്രദേശ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. UPയുടെ സാമ്പത്തിക മേഖലയിൽ കരുത്തുറ്റ മാറ്റം കൊണ്ടുവരാൻ മഹാകുംഭമേളയ്ക്കായി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ പഠനത്തിലും മഹാകുംഭമേള 3 ലക്ഷം കോടി രൂപയുടെ വരുമാനത്തിന് കാരണമാകുന്നതായി വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിന്റെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിറ്റഴിക്കുന്നു. ഡയറി, കലണ്ടർ, മുളയുൽപ്പന്നങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കളടക്കം പ്രാദേശിക വിപണി സജീവമായി. പുതിയ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യതകളേറി. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനാകും മഹാകുംഭമേള വഴിവെക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ പഠനം സൂചിപ്പിക്കുന്നു. 45 ദിവസം കൊണ്ട് 40 കോടി തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നും അത് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടാക്കുമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ മഹാകുംഭമേള അവസാനിക്കാൻ 4 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 60 കോടി കഴിയുമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി.